ബഡ്ഡി ഡാഡീസ് സംവിധാനം ചെയ്തിരിക്കുന്നത് യോഷിയുക്കി എസായി. 12 എപ്പിസോഡുകളാണ് ടോട്ടൽ ഈ ആനിമയ്ക്ക് ഉള്ളത്. അപ്പോൾ കുറേ ആക്ഷൻ ആനിമേസ് ഒക്കെ കണ്ടിരിക്കുന്നവർക്ക് ഒരു ചേഞ്ചിന് വേണ്ടി കാണാൻ പറ്റുന്ന ഒരു ആനിമയാണ് ബഡ്ഡി ഡാഡീസ് എന്ന് പറയുന്നത്. സ്പൈ എക്സ് ഫാമിലി ഇറങ്ങിയ സെയിം ടൈമിൽ തന്നെയാണ് ഈ ഒരു ആനിമ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇതുമായി കുറേ കമ്പാരിസൺ വന്നത്. സത്യം പറഞ്ഞാൽ അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് തന്നെ പറയാം, ഒരു കാര്യം ഒഴിച്ച്. അതിൽ 3 പേരാണ് മെയിൻ ക്യാരക്ടേഴ്സ്, ഇതിൽ 3 പേരാണ് മെയിൻ ക്യാരക്ടേഴ്സ്. സോ നമ്മുടെ പ്ലോട്ടിലോട്ട് വരുമ്പോൾ അത്ര വലിയ സ്റ്റോറി ലൈൻ ഒന്നും ഇല്ല, എന്നാലും നമുക്ക് വളരെയധികം എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു റിഫ്രഷിങ് ആനിമയാണ് ബഡ്ഡി ഡാഡീസ് എന്ന് പറയാം. ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സാണ് കാസുക്കി, റേ എന്ന് പറഞ്ഞ ഈ 2 അസാസിൻസ്. എന്നാൽ അവരുടെ ഇടയിലേക്ക് ഒരു 4 വയസ്സുകാരി കുട്ടി വരുന്നതോടുകൂടി നമ്മുടെ സ്റ്റോറി ആരംഭിക്കുന്നത്. സോ ഈ ആനിമയിലേക്ക് വരുമ്പോൾ ആക്ഷൻ ഇല്ല എന്നല്ല പറയുന്നത്, മറിച്ച് ആക്ഷൻ ഉണ്ട്, അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിലുള്ള ആക്ഷൻ തന്നെയുണ്ട്. ബട്ട് അത്ര ഹാർഡല്ല. പിന്നെ സ്റ്റോറി കുറച്ച് ക്ലീശയൊക്കെ ആണെങ്കിലും അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന വേയിലാണ് നമുക്ക് ആനിമയെ നമ്മളെ പിടിച്ചെടുത്തുന്നത്. അപ്പോൾ മിരി എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി അവരുടെ ലൈഫിലോട്ട് വരുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ അസാസിൻസിന് വരുന്നത്, പിന്നീട് ഈ കഥയിൽ നടക്കുന്ന കുറേ ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാമാണ് ഈ ഒരു ബഡ്ഡി ഡാഡീസ് എന്ന് പറഞ്ഞ ആനിമെ എന്ന് പറയുന്നത്. ഓൾസോ ഇതിൽ റേ ആൻഡ് കാസുക്കി അവരുടെ 2പേരും ബാക്ക് സ്റ്റോറി വളരെ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ കണക്റ്റ് ആവും. അതുപോലെ അത്ര ഇമോഷൻസും എല്ലാം നല്ല രീതിയിൽ ചേർത്ത് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ഷനായാലും ഇതിലൊരു ലാസ്റ്റ് അതായത് ഫിനാലെ എപ്പിസോഡെല്ലാം ഗംഭീരമായിട്ടുണ്ട്. ഒരു ഇമോഷൻ എന്ന് പറയുന്ന സാധനം അവർ ആ ഒരു ചെറിയ ഇതിൽ തന്നെ ഒരു 12 എപ്പിസോഡുകളിൽ നമുക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്ത് തരുന്നു. ഒരു ആനിമയായിട്ട് കണക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് കാണുമ്പോൾ ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ അത് ഈ ഒരു ആനിമയ്ക്ക് ഉണ്ട്. സോ ഈ ഒരു ഫസ്റ്റ് സീസണോട് കൂടി തന്നെ ഇത് എൻഡായിരിക്കുകയാണ്. ഇതിൽ മാംഗോ ഒന്നുമില്ല. സോ കണ്ടു നോക്കുക. ഇതൊരു ആനിമി ഒറിജിനലായിട്ട് വരുന്ന ഇതാണ്. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.